ദൈവത്തിന് സ്തുതി. കുറേ കാലമായി ഇപ്പോഴും നിർത്താതെ കുറേ സഭാവിശ്വാസികൾ അള്ളാഹുവും യഹോവയും ഒന്നാണെന്നും ഈസായും യേശുവും ഒന്നാണെന്നും പറഞ്ഞ് സമർത്ഥിച്ച് വിശ്വസിക്കുന്നു. കാരണം അവർക്ക് അടിസ്ഥാനമായി കിട്ടിയിരിക്കുന്നത് സഭയുടെ പ്രബോധനത്തിൽ വന്നിരിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ അവർ വിശ്വസിക്കുകയാണ് സഭയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. ഇങ്ങനെ ചിന്ത അവിടെ മനസ്സിൽ കയറി കഴിഞ്ഞു. മാർപ്പാപ്പയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല, വൈദികർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. പിന്നെ തെറ്റുപറ്റുന്ന ആർക്കാണ്? മറ്റുള്ളവർക്കാണ്. അപ്പം ഇങ്ങനൊരു ചിന്ത മസ്തിഷ്കശാലനം ചെയ്യപ്പെട്ട് ചില പ്രബോധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ചിന്ത വന്നപ്പോൾ തന്നെ തെറ്റ് പറ്റില്ല എന്നൊരു ചിന്ത മനുഷ്യ മനസ്സിലേക്ക് കടന്നു വന്നു. മാർപ്പാപ്പയ്ക്ക് തെറ്റാവരുണ്ട്, തെറ്റുപറ്റില്ല. യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അത് മനസ്സിലാക്കാതെ വിശ്വസിച്ച് പോകുന്ന ഒരു വിഭാഗത്തിന് വന്ന പ്രശ്നമാണ്. ആദ്യമേ മനസ്സിലാക്കുക, എനിക്ക് തെറ്റ് പറ്റില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചോ അവർക്ക് തെറ്റ് പറ്റിയിരിക്കും. നിങ്ങൾ അടുത്ത കാലത്ത് വലിയ ആത്മീയ പ്രസ്ഥാനങ്ങൾ പോലും പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് തെറ്റ് പറ്റില്ല. എന്നിട്ട് ആ പറയുന്ന വാക്ക് തന്നെ മുഴുവൻ പിന്നെയുള്ള കണ്ടിന്യൂസ് തെറ്റുകളാണ് വരിക. അതുപോലെ തന്നെ സഭയ്ക്ക് തെറ്റ് പറ്റില്ലെങ്കിൽ പിന്നെ മാർപ്പാപ്പ മാപ്പ് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ജോൺ പോൾ മാർപ്പാപ്പ ഒത്തിരി കാര്യങ്ങൾ മാപ്പ് പറഞ്ഞ ആളാണ്. അപ്പൊ സഭയ്ക്ക് തെറ്റ് പറ്റും, അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. സഭയുടെ പ്രബോധനം തെറ്റുപറ്റില്ലേ? സഭയുടെ പ്രബോധനങ്ങളും തെറ്റ് പറ്റും, പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റുമോ? മാർപ്പാപ്പയ്ക്കും തെറ്റ് പറ്റും. മാർപ്പാപ്പയ്ക്ക് എപ്പോഴാണ് തെറ്റാവരമുള്ളത്? ഒരു മജിസ്റ്റേറിയം യൂസ് ചെയ്യുമ്പോൾ ആ സംഗതിക്ക് മാത്രമാണ്. വിശ്വാസ സത്യത്തെക്കുറിച്ച് ഒരു മജിസ്റ്റേറിയം യൂസ് ചെയ്യുന്ന കാര്യത്തിൽ തെറ്റ് പറ്റില്ല എന്നുള്ളത് തെറ്റാവരം വന്നു എന്ന് പറഞ്ഞിട്ട് മാർപ്പാപ്പ ഇതിലേയും പോകുമ്പോൾ വഴിയെ തോന്നുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും തെറ്റ് പറ്റില്ല എന്ന ഒരു അന്ധമായ വിശ്വാസം ഇന്ന് ക്രൈസ്തവരുടെ ഉള്ളിലേക്ക് കയറി തലയെ അങ്ങോട്ട് മസ്തിഷ്കശാലനം ചെയ്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തെറ്റ് പറ്റില്ല, സഭയ്ക്ക് തെറ്റ് പറ്റില്ല എന്നൊരു ചിന്ത കയറി കഴിഞ്ഞിരിക്കുന്നു. സഭയ്ക്ക് തെറ്റേ പറ്റൂ. ഇപ്പൊ പല സന്ദർഭങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സഭ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സഭ, ക്രിസ്താവേ എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ചു പോകുന്നൊരു സഭയുണ്ട്. ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള സഭയുണ്ട്. പരിശുദ്ധമായൊരു സഭയുണ്ട്. ഈ പരിശുദ്ധമായ സഭയുണ്ടോ? അവിടെ തെറ്റുപറ്റില്ല. കാരണം അതിനെ നയിക്കുന്ന കർത്താവ് തന്നെയാണ്. പക്ഷെ മിക്കപ്പോഴും പരിശുദ്ധ അല്ല. അതിൻ്റെ ഉള്ളിൽ വ്യക്തികളാവുന്ന വ്യക്തികളും പരിശുദ്ധരല്ലായിരിക്കും. സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവരായിരിക്കും ചിലപ്പോൾ. ആ സ്വന്തം മഹത്വം അന്വേഷിക്കുകയും ക്രിസ്തുവിന് കൊടുക്കുന്ന മഹത്വത്തെക്കാൾ കൂടുതൽ സ്വന്തം മഹത്വം തേടുന്ന വ്യക്തികളുമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തെറ്റേ പറ്റൂ. പക്ഷെ അവരുടെ വിചാരം അവർ വിശുദ്ധരാണ്, ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല. ഇതാണ് സാത്താൻ മനുഷ്യനെ വഞ്ചിക്കുന്ന ഏറ്റവും വലിയ സംഭവം. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുന്നത് ഒരു അടയാളമായിട്ട്, ഒരു പാഠമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആരാണെന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പൊ അത്രയും സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് ഒന്ന് അല്പം ഞെളിഞ്ഞ് അഹങ്കാരം വന്നു. ഇനി എനിക്ക് തെറ്റുപറ്റത്തില്ല, ഞാൻ കറക്റ്റാ. ആ ചിന്ത പത്രോസിൽ ഒന്ന് കയറിയോ അപ്പൊ തന്നെ പത്രോസിന് തെറ്റ് വരാനുള്ള ഒരു അടി കർത്താവിൻ്റെ അടുത്ത് നിന്ന് വരാനിരിക്കുകയായിരുന്നു. അതാണ് പിറ്റേ ദിവസം ഈശോ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാനാവില്ല എന്ന് പിന്നീട് ഈശോ പറഞ്ഞപ്പോൾ പത്രോസ് ചാടി പറഞ്ഞു, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും നിന്റെ കൂടെ വന്നില്ലെങ്കിലും ഞാൻ നിന്റെ തള്ളിപ്പറയുകയില്ല. മനസ്സിലാക്കുക. അപ്പോൾ പത്രോസിൽ ആശ്രയിച്ചു. കാരണം എനിക്ക് തെറ്റുപറ്റില്ല, നിങ്ങൾക്കൊക്കെ തെറ്റുപറ്റും, എനിക്ക് തെറ്റുപറ്റില്ല എന്നുള്ള ചിന്തയിലേക്ക് പത്രോസ് കടന്നു വന്നു. അപ്പോൾ ഈശോ പറഞ്ഞത്, പത്രോസെ, നാളെ കോഴി പോകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയേണ്ടി വന്നു. പത്രോസിൽ ആശ്രയിച്ചു. അങ്ങനെ തന്നിൽ തന്നെ ആശ്രയിച്ച് ഞാൻ പരിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണ്, എനിക്ക് തെറ്റ് പറ്റില്ല എന്ന് ആരൊക്കെ അഹങ്കരിച്ചോ അവർക്കൊക്കെ തെറ്റ് പറ്റി അവസാനം നാരായണ കല്ലടിയും. അതാണ് ചരിത്ര സംഭവങ്ങൾ. ഇഷ്ടം പോലെയുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഓരോന്നും എടുത്തു പറഞ്ഞാൽ ഓരോരുത്തർക്കും തെറ്റുപറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മുറിയുന്നത് കൊണ്ട്, പല ആത്മീയ പ്രസ്ഥാനങ്ങളും മുറിയുന്നതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് ഏത് ആത്മീയ പ്രസ്ഥാനമായാലും, എത്ര വളർന്നാലും, എത്ര ഉന്നതനായാലും, എത്ര വലിയ അധികാരിയാണെങ്കിലും എനിക്ക് തെറ്റ് പറ്റില്ല, എല്ലാം അപ്രമാദീതനാണെന്ന് വിചാരിച്ചേക്കരുത്. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ വന്നു ചേരും. അതാണ് പത്രോസിന്റെ കൊടുത്ത പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് സഭയുടെ പ്രബോധനങ്ങൾ വന്നിരിക്കുന്നതിൽ തെറ്റ് പറ്റുമെന്നങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞാൽ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നോർത്ത് ചെയ്യുക. ഇല്ലെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചു കഴിഞ്ഞാൽ വഞ്ചിക്കപ്പെടും. കാരണം സാത്താൻ എപ്പോഴും ചില്ലറക്കാരനല്ല. അവൻ ചെറിയ കാര്യത്തിൽ കയറി പിടിക്കത്തില്ല. അവന് കൂടുതൽ ആൾക്കാരെ വഞ്ചിക്കുന്ന കാര്യത്തെ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് 1000 കോഴിക്ക് ഒരു കാട എന്ന് പറയുന്നുണ്ട്. 1000 കോഴിക്ക് ഒരു കാട. കാരണം 1000 കോഴി കഴിക്കുന്നതിനേക്കാളും ഗുണം ഒരു കാട കഴിച്ചാലാണ് എന്ന് പറഞ്ഞ പോലെ 1000 മൽമായരെ വീഴിക്കുന്നതിനേക്കാളും പിശാച് ഒരു പുരോഹിതനെ വീഴിക്കാൻ നോക്കും. കാരണം എന്താ? ഒരു പുരോഹിതൻ വീണ് കഴിഞ്ഞാൽ 10,000 ലക്ഷങ്ങളെ വീഴിക്കാൻ പറ്റും, വഞ്ചിക്കാൻ പറ്റും. അപ്പോൾ ഒരു 1000 പുരോഹിതന്മാരെ വീഴിക്കുന്നതിനേക്കാളും കൂടി ഒരു കർദിനാളിനെ വീഴിക്കാനേ നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മെത്രാനെ വീഴിക്കാനേ സാത്താൻ നോക്കത്തുള്ളൂ. കാരണം എന്താണ്? ഒരു മെത്രാനെ വീഴ്ച കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ വഞ്ചിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ മെത്രാന്മാരും പുരോഹിതന്മാരും വിശ്വാസികളെ ഒക്കെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് പറ്റും. അതാരായിരിക്കണം? അത് സഭയുടെ തലവനായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റില്ല എന്ന് അടിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന വ്യക്തികൾ വിശ്വാസ തലങ്ങളിൽ വരുമ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരം എന്തിനാണെന്ന് മനസ്സിലാകാതെ എന്ത് പറഞ്ഞാലും അത് തെറ്റാവരത്തിൽപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ ഉള്ളപ്പോൾ മാർപ്പാപ്പ ഒരു തെറ്റ് വായി നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവരായി മാറും. അത് ഈ കാലഘട്ടത്തിൽ ഒത്തിരി സംഭവിക്കുന്നുണ്ട്. ആരെ എതിർത്താലും അത് മനസ്സിലാക്കാൻ ബോധമുള്ളവർക്ക് മനസ്സിലാകും. ആരൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാലും നമുക്ക് എത്ര വിളിപ്പിച്ചാലും വിളിപ്പിക്കാൻ പറ്റത്തുമില്ല. ഞാൻ മാർപ്പാപ്പയ്ക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. കാരണം പ്രബോധനങ്ങൾ വരുമ്പോൾ അങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും അധികാരത്തിന് വിധേയപ്പെട്ടവരാണ്, അപ്പോസ്തോലിക് പാരമ്പര്യത്തിൽ വിധേയപ്പെട്ടതാണ്. പക്ഷേ അധികാരി ഏത് സ്ഥലത്തും എവിടെയും പറയുമ്പോൾ ശരിയല്ല എങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ദൗത്യം. പ്രബോധനത്തിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിലും അത് തെറ്റ് ആണെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് സത്യത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് നിർവീര്യമായി പോകാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വ്യാജത്വത്തിനും അസത്യത്തിനും നമ്മൾ കൂട്ടുചേരുമ്പോൾ, നമ്മൾ വിശ്വാസത്തിൽ മായം കലർത്താൻ തയ്യാറാകുമ്പോൾ നമ്മളിൽ സത്യത്തിന്റെ ആത്മാവ് നിർവീര്യമാവ് പോവുകയും അസത്യത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ആധിപത്യം എടുക്കുകയും അങ്ങനെ നമ്മൾ ഒരു തിന്മയുടെ ഒരു വ്യാജ സ്പിരിറ്റിനെ നയിക്കപ്പെടുകയും ചെയ്യും. ആ അസത്യത്തിന്റെ ആത്മാവാണ് നുണയനും നുണയുടെ പിതാവുമായവന്റെ ആത്മാവ്. ആ ആത്മാവാണ് ഫോൾസ് പ്രൊഫറ്റിക് സ്പിരിറ്റ് ആൻഡ് ആന്റി ക്രിസ്ത്യൻ സ്പിരിറ്റ് ആയിട്ട് നമ്മളെ സ്വാധീനിക്കുക. എന്തുകൊണ്ടാണ് വരുന്നത്? സത്യം തന്നെയായ ക്രിസ്തുവിന്റെ കൂടെ നിന്ന് സത്യത്തിന് നമ്മൾ സാക്ഷികളാതിരിക്കുമ്പോൾ സത്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിർവീര്യമായി പോകും. അങ്ങനെയുള്ളവർക്ക് സത്യം ഗ്രഹിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, വ്യാജമായിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ആരാ ഉണർത്തുന്നത്? ദൈവമാണ് ഉണർത്തുന്നത്. വേറെ പിശാചൊന്നും അല്ല ഉണർത്തുന്നത്, ദൈവമാണ് ഉണർത്തുന്നത്. എന്തുകൊണ്ടാണ് ദൈവം വ്യാജമായിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ഈ വിശ്വാസികൾ ഉണർത്തുന്നത്? സത്യത്തിന്റെ കൂടെ നിലനിൽക്കാൻ മനസ്സില്ല. സത്യം തന്നെയായ യേശു തൻ്റെ കുരിശ് വന്ന സമയത്തിന് മുമ്പ് തൻ്റെ വിധി പ്രഖ്യാപിക്കാൻ പോവാണ്. പീലാത്തോസിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പീലാത്തോസ് ചോദിക്കുകയാണ്, സത്യം എന്താണ്? സത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈശോ മൗനം പാലിക്കുന്നുള്ളൂ. കാരണം സത്യം മുന്നിൽ നിൽക്കുക. ഈശോയ്ക്ക് പറയാം, ഞാനാണ് സത്യം എന്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പീലാത്തോസിന്റെ ഭാര്യ കടന്ന് നിർബന്ധിച്ചോണ്ടിരിക്കുക, അവനെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞിട്ട്. പീലാത്തോസിന് അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യ, കൈ കഴുകി എങ്ങനെയും കഴിച്ചലാകാനാണ് പീലാത്തോസ് നോക്കുന്നത്. രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഭാര്യ പറയുന്നതുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന ആഗ്രഹമുണ്ട്. ഇവരിങ്ങനെ കടന്ന് യഹൂദന്മാർ കടന്ന് മുറവിളി കൂട്ടുന്നുണ്ട്, യേശുവിനെ ക്രൂശിക്കണമെന്നുണ്ട്. രണ്ടിനും പറ്റാത്ത ഒരു ഡിലേമ, ഒരു കൺഫ്യൂഷനിൽ പീലാത്തോസ് നിൽക്കുകയാണ്. ആ സമയത്ത് പീലാത്തോസിന് എന്ത് ചെയ്യുക? ഈശോയോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പറയുകയാണ്, എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീലാത്തോസ് ഗ്രഹിക്കുക? ഒരിക്കലും പീലാത്തോസ് ഗ്രഹിക്കാൻ പോകുന്നില്ല. കാരണം അവൻ സത്യം ഗ്രഹിക്കില്ല, സത്യത്തിന് കൂടെ നിൽക്കില്ല എന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? മൗനം പാലിച്ചു. സത്യം എന്താണെന്ന് പറയുന്നില്ല. കാരണം സത്യം മുന്നിൽ നിൽക്കുകയാണ്. കാരണം അവൻ സത്യത്തിന് വിശ്വസിക്കില്ല, സത്യത്തിന്റെ കൂടെ നിൽക്കില്ല. അങ്ങനെ സത്യം വിശ്വസിച്ച് സത്യത്തിന്റെ കൂടെ നിൽക്കുക, സത്യം പ്രഖ്യാപിക്കുകയില്ല, അതിലെ മടി കാണിക്കുകയും വീരത്വത്തിന്റെ ആത്മാവ് നയിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിന്റെ ആത്മാവ് നിർമീനമായി പോകുന്ന ഒരു മനുഷ്യരുള്ള പോലെ തന്നെ കർത്താവ് സത്യം വെളിപ്പെടുത്തി കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് സത്യം ഗ്രഹിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് ഇനി എത്ര വലിയ സ്ഥലങ്ങളിൽ കൂടെ എങ്ങനെയാണെന്ന് പോയി കഴിഞ്ഞാലും സത്യം പറയുക. നമ്മുടെ മുന്നിൽ സത്യം വരുമ്പോൾ ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ സത്യത്തിന് കൂടെ നിലനിൽക്കുമെങ്കിൽ മാത്രമേ കർത്താവ് അവരോട് സത്യം സംസാരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ സത്യം സംസാരിക്കത്തില്ല. പീലാത്തോസിനോട് ഈശോ മിണ്ടാതെ മൗനം പാലിച്ചതിന് കാരണം പീലാത്തോസ് കള്ളനായതുകൊണ്ടാണ്. അവൻ സത്യം അറിഞ്ഞാലും അവൻ സത്യത്തിനൊപ്പം നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈശോ മൗനം പാലിച്ചത്. ഈ കാലഘട്ടത്തിൽ ഇത് തന്നെയാണ് നമ്മൾക്കും സംഭവിക്കുന്നത്. നമ്മൾ സത്യത്തിൽ നിലനിൽക്കാതെ സത്യത്തെ ഒറ്റിക്കൊടുക്കുകയും നമുക്ക് ചിലപ്പോൾ വേദികൾക്ക് വേണ്ടി, ചില കാര്യങ്ങൾക്ക് വേണ്ടി, ചില പ്രീതികൾക്ക് വേണ്ടി, ചില സ്ഥാനമാന മോഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് സത്യത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് നമ്മൾ അധികാരികൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ സത്യത്തിന്റെ ആത്മാവ് നിർവീര്യമായി പോവുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് സംസാരിക്കുകയില്ല. നമ്മൾ ഒത്തിരി അത്ഭുതങ്ങളോ രോഗശാന്തികളോ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ശരി, വലിയ വചന പ്രഘോഷനും വലിയ ശുശ്രൂഷനായാലും ശരി, സത്യത്തിന്റെ ആത്മാവ് നിർവീര്യമായി കഴിഞ്ഞാൽ അവൻ പഠിച്ചു വെച്ചിരിക്കുന്ന അതരവ്യായാമങ്ങൾ സംസാരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ചില കാര്യങ്ങൾ വെച്ച് മസിൽ പിടിച്ചുകൊണ്ട് സഭയുടെ പ്രീതി പിടിച്ച് സഭയുടെ കൂടെ നിന്ന് സഭയുടെ കൂടെ നിൽക്കുമ്പോൾ അധികാരികളുടെ കൂടെ നിൽക്കാൻ വിചാരിച്ചിരിക്കുന്നത്. സഭ എന്ന് പറഞ്ഞാൽ വെറും അധികാരികളല്ല, ഹൈറാർക്കിക്കൽ ഉണ്ട്, ശരിയാണ്. പക്ഷെ ക്രിസ്തുവിന്റെ മിസ്റ്റിക്കൽ ബോഡിയാണ്. ക്രിസ്തുവിന്റെ മിസ്റ്റിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ആത്മാക്കളുടെ ബന്ധമാണ്, ഒരു കൂട്ടായ്മയാണ്. കോറിന്തോസിന് 1 കോറിന്തോസിൽ 12-ാം അധ്യായത്തിൽ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ അറിയാം ക്രിസ്തു ശിരസും ശരീരമായ അവയവങ്ങളുമായിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഹൈറാർക്കിയിൽ നമ്മൾ ഈ മിസ്റ്റിക്കൽ ബോഡിയിലെ അവയവങ്ങളും അവയവത്തിന്റെ ഹൈറാർക്കി നാം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്, ഇനി സഭയുടെ പ്രബോധനത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ഓരോ നിങ്ങൾ വ്യക്തമാക്കാം. നിങ്ങൾ അധികം കടന്ന് മെഴുകേണ്ട ആവശ്യം ഈ സഭാവിശ്വാസികളെ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യമില്ല. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റാന്ന് അംഗീകരിച്ച് അത് തിരുത്താൻ നോക്കിയാണ് വേണ്ടത്. ഇനി തിരുത്തിയില്ലെങ്കിലും അത് തെറ്റാണെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് അസത്യത്തിന്റെ കൂടെ നിന്ന് അസത്യത്തെ പിശാചിന് ദൈവമെന്ന് വിളിച്ച് വഞ്ചിക്കപ്പെടാതിരിക്കാൻ സാധ്യമാവും, പിശാചിന്റെ കൂടെ പോകാതിരിക്കാൻ സാധ്യമാവും. അവസാനം എതിർ ക്രിസ്തു ഞാനാണ് ക്രിസ്തു ഞാനാണ് ദൈവം എന്ന് വന്ന് പിശാച് വന്ന് മുന്നിൽ നിന്ന് കഴിയുമ്പോൾ, ഓ ഹല്ലോ യേശു ക്രിസ്തുവെ നീ ആയിരുന്നോ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ആ പിശാചിന്റെ കൂടെ പോകാൻ നിൽക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഒത്തിരി ആത്മാക്കൾ വഞ്ചിക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ രൂപത്തിൽ തന്നെ സാത്താൻ വന്ന് നിൽക്കും. ഇന്ന് പല വ്യക്തികളുടെ മുന്നിൽ യേശു ക്രിസ്തുവിന്റെ രൂപത്തിൽ തന്നെ യേശുവാണെന്ന് പറഞ്ഞു, ഞാനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനാണ് ചിലപ്പോൾ യേശുവാന്ന് വന്ന് പറഞ്ഞുകൊണ്ട്, ഏത് പേരായാലും ശരി ആ രൂപത്തിലും അതേ ഭാവത്തിലും വന്ന് നിൽക്കും. കാരണം യേശുവിനെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ പൈസയെ വഞ്ചിക്കാൻ വേണ്ടി പിശാച് തന്നെ രൂപത്തിൽ വരുന്ന സാഹചര്യമാണ്. അതാണ് യേശു പറഞ്ഞത്, ഒത്തിരി കള്ളക്രിസ്തുമാരും ഒത്തിരി വ്യാജ ക്രിസ്തുമാരും ഇവിടെ പ്രത്യക്ഷപ്പെടും. അതെ, ഒത്തിരി പേർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ കണ്ടിട്ട് നമ്മളും പലരും കാണുന്നവരും അത് യേശുക്രിസ്തു എന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വിശ്വസിച്ച് പോകുമ്പോൾ തന്നെയും വ്യാജ ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്ന വചനമൊക്കെ എടുത്ത് ഉപയോഗിക്കും, പ്രാർത്ഥിക്കും, പറയുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവരെ നയിക്കുന്ന ഒരു സ്പിരിറ്റിന്റെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യം ആത്യന്തികമായി വിശ്വാസികളുടെ ആത്മാക്കളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒത്തിരി കെണികൾ വരുന്നതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേണം. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധാപൂർവം യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അസ്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ അസ്തിത്വം എന്താണെന്ന് അറിയാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ പാളിച്ച. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എസൻസ്, സബ്സ്റ്റാൻസ് ഓഫ് ഗോഡ്, അത് യേശുക്രിസ്തുവിന്റെ പ്രബോധത്തിൽ നിന്ന്, സഭയുടെ പ്രബോധത്തിൽ വ്യക്തമായി കിടപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ പ്രബോധത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും ദൈവം എന്താണ്. അതുകൊണ്ട് നമ്മൾ ദൈവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവം എന്താണെങ്കിൽ ആ എന്താണെന്നുള്ളതിന്റെ മീനിങ് തന്നെയാണ് പിതാവ് എന്താണ്, പുത്രൻ എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണെന്ന്. ഈ സബ്സ്റ്റാൻസ് കൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത്. ആ സബ്സ്റ്റാൻസ് ആണ് ചർച്ചിന്റെ സബ്സ്റ്റാൻസ് എന്ന് മാത്രമേ ചർച്ച ആകത്തുള്ളൂ. അപ്പോൾ സത്യവും സ്നേഹവും ജീവനും നീതിയും കരുണയുമായ ദൈവത്തിന്റെ എസൻസിലെ മായം കലർത്തിയൊരു സാധനമില്ല. സത്യം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സ്നേഹം എന്ന 110 മാറ്റുള്ള സാധനമാണ്. സത്യത്തിന്റെ 10 മാറ്റ്, സത്യവും സത്യത്തിന്റെ പൂർണ്ണതയും, സ്നേഹവും സ്നേഹത്തിന്റെ പൂർണ്ണതയും, ജീവനും ജീവന്റെ പൂർണ്ണതയും, കരുണയും കരുണയുടെ പൂർണ്ണതയും, നീതിയാണ് നീതിന്റെ പൂർണ്ണതയും. എന്താണോ ദൈവത്തിന്റെ എസൻസ് അത് പൂർണ്ണനാണ്. അതാണ് പൂർണ്ണനായ ദൈവം. അതിലൊരു ഉടായ്പോ അഡ്ജസ്റ്റ്മെന്റോ ഒന്നും ഇല്ല. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാനേ പറ്റത്തില്ല. അതാണ് നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് ഇതൊക്കെ പറയാം, അതുപോലെ നമുക്ക് സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒത്തിരി പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബൈബിളിൽ തന്നെ വ്യക്തമായിട്ട് ഈശോ പറയുന്നത് തന്നെ അത് പൂർണ്ണമാണ്. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചത് സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പെർഫെക്ഷനിസം എന്ന് പറയുന്ന സംഗതിയെ എതിർക്കുന്ന ഒരു കൂട്ടർ ഇവിടെ തന്നെയുണ്ട്. യേശുക്രിസ്തു പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു നമ്മളും പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വാദികളുണ്ട്. അതിന് അപൂർണതാവാദികൾ എന്ന് പറയുക. അപ്പൊ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആവുന്നത്, യേശുക്രിസ്തു ഒരു പൂർണ്ണതാവാദിയായിരുന്നു. യേശുക്രിസ്തു ഒരു പൂർണ്ണതാവാദിയായിരുന്നു. പക്ഷെ ഇക്കാലഘട്ടത്തിൽ സഭയിൽ വരുന്ന ഒത്തിരി പ്രബോധകർ എപ്പോഴും അപൂർണതാവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്.
യേശുക്രിസ്തുവിന് ചെയ്യാൻ പറ്റാത്ത, നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഈശോ പറഞ്ഞിട്ടില്ല, തന്നിട്ടുമില്ല. അതുകൊണ്ടാണ് എന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ, യേശുക്രിസ്തു പരിപൂർണനായിരിക്കുന്ന പോലെ നമ്മളോടും പരിപൂർണനായിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണരാകാൻ പറ്റും. അതിനു വേണ്ടി ആ പരിശുദ്ധാത്മാവ് തന്നിട്ട് പോയതല്ല. ചുമ്മാ തോണ്ടിക്കളിക്കാൻ വേണ്ടി തന്നൊന്നുമല്ല പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്, പരിശുദ്ധ കുർബാന തന്നിട്ടുണ്ട്. ഇനി അതിനെല്ലാം കൂടെ നമുക്ക് സഹായത്തിൽ പരിശുദ്ധ അമ്മയെ തന്നിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥനകൾ തന്നിട്ടുണ്ട്, ഡെലിവറൻസിന് പ്രാർത്ഥന തന്നിട്ടുണ്ട്. നമുക്ക് എന്തിനാ കുറവുള്ളത്? എന്തിനേലും കുറവുണ്ടോ? എന്നിട്ട് നമുക്ക് എന്താണ്, നമുക്ക് പിന്നെ ഈ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് നിറയാത്ത ആ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അയ്യോ അവർ പരിശുദ്ധന്മാർ കണ്ടല്ലോ, പരിശുദ്ധനെ അടുത്ത് ഓടി ഒളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പല പ്രബോധനം ടീച്ചിങ് കേൾക്കാം. എത്ര ദയനീയമാണിത്. ഈ പഴയ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ കൂടെ ഒട്ടി നടന്നിട്ടും പരിശുദ്ധാത്മാവ് നിറയാതെ യേശുവിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓടി ഒളിച്ച ശിഷ്യന്മാരെ കണ്ടാണ് നമ്മൾ മാതൃകയായിട്ട് വളരേണ്ടത്? അല്ല. യേശുക്രിസ്തുവിന്റെ കുരിശുമരണ ശേഷം യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ ഇത് ഇവിടെ വിട്ട് പോകരുത്, നിങ്ങളിവിടെ നിൽക്കുക, നിങ്ങൾ വളർന്നിട്ടില്ല മക്കളെ, നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല മക്കളെ, നിങ്ങളിവിടെ നിൽക്കുക, നിങ്ങളോട് വിട്ട് കഴിഞ്ഞ് ഈ അവസ്ഥ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പണിയൊപ്പിക്കും. അതായത് തന്നെ ആശ്രയിച്ച പത്രോസ് പറ്റിച്ച പോലെ, യൂദാസ് പോയ പോലെയുള്ള പണികൾ നിങ്ങൾ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വിട്ട് പോകരുത്, നിങ്ങളിവിടെ നിൽക്കുക മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ഈശോ മോളോട്ട് പോയത്. ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞിട്ട് മാത്രം നിങ്ങൾ ശക്തി പ്രാപിക്കും, എന്നിട്ട് മാത്രം നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ പോകാവൂ എന്ന് പച്ചയ്ക്ക് കൊടുത്തിട്ടാണ് പോയത്. അപ്പം അത്രയും പരിശുദ്ധാത്മാ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതേ ശിഷ്യന്മാരാണ് ഞഞ്ഞാപിഞ്ഞ പറഞ്ഞു നടന്നിട്ടില്ല. ഓർത്ത് വയ്ക്കുക, ഒരു ശിഷ്യനും പിന്നെ ഞഞ്ഞാപിഞ്ഞ പറഞ്ഞിട്ടില്ല. അയ്യോ ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടി പോകുന്നവരാണ് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടുമില്ല. അവര് യേശുക്രിസ്തു മരിച്ചതുപോലെ യേശുക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത് മരിക്കാൻ തയ്യാറായ ഭീരുക്കളല്ലാത്ത ധീരന്മാരായിരുന്നു. ധീര രക്തസാക്ഷികളെ അവർ മരിക്കുക ചെയ്തത്. കൂടെ നിന്ന് യേശുവിന്റെ നെഞ്ചോട് ഹൃദയത്തോട് ചേർന്ന് നിന്ന ശിഷ്യൻ മാത്രമാണ് മര്യാദയ്ക്ക് കട്ടിലിൽ കിടന്ന് മരിച്ചത്. ബാക്കിയൊക്കെ അല്ലാതെ വിത്ത് മരിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ ഇതിന്റെ പാഠം പഠിക്കേണ്ടത്? അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, സഭയുടെ പ്രബോധനത്തിലെ ഈ ചില കാര്യങ്ങൾ എടുക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ട് വന്നു? ഭീരുത്വം കൊണ്ട് വന്നു. ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇതിൽ കിടന്ന് മെഴുകുന്ന കാണാം. ഈ സഭയുടെ പ്രബോധനത്തിൽ തെറ്റ് വരില്ല എന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ കയറിയത് കൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും മെഴുകി വെളുപ്പിച്ച് ന്യായീകരിച്ച് സഭയുടെ സംരക്ഷകരായി നിൽക്കുക. നിങ്ങൾ ആരും ഒന്നും സഭയെ സംരക്ഷിക്കാൻ ആരും പോകേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ മിസ്റ്റിക്കൽ ബോഡി സംരക്ഷിക്കാൻ അറിയാം. ഒരു വിശ്വാസിയും ആൾക്കാർ സംരക്ഷിച്ചുകൊണ്ടൊന്നും അല്ല കർത്താവിന്റെ സഭ നിലനിൽക്കുന്നത്. ചിലർ എന്തെങ്കിലും പറഞ്ഞു തരാം, നീ എടാ മുള്ളാണിയെ കയറി തൊഴിക്കരുത്, ഇരുമ്പാണിയെ കയറി തൊഴിക്കരുതെന്ന് പറയും. പലത് ഇരുമ്പാണിയല്ല, ചിലത് തുരുമ്പാണിയെ തൊഴിച്ച തുരുമ്പ് കഴിച്ചാൽ കാലിന് കേടുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാം ഞെളിഞ്ഞിരുന്ന് ഞാൻ ഇരുമ്പാണി കയറി തൊഴിക്കരുതെന്നുള്ള വർത്താനം അല്ല പറയേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, തെറ്റ് പറ്റും. നമ്മൾ ബലഹീനരാണ്. പൗലോസിലേക്ക് പറഞ്ഞ ബലഹീനരൊക്കെയാണ്, അത് മനസ്സിലാവും. ഏറ്റവും വലിയ പാപിയാണെന്ന് പൗലോസിലേക്ക് പറഞ്ഞ പോലെ നമുക്ക് പറയാം നമ്മൾ പാപിയാണ്. എന്നാൽ ഇനി കാലഘട്ടത്തിൽ ഞങ്ങൾ വിശുദ്ധരാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റത്തില്ല, ഞങ്ങളാണ് പവിത്രതയുള്ളവർ എന്ന് സ്വയം വിശ്വസിക്കുന്നവർ, ദർശനം കിട്ടുന്നവർ, പിശാച് പോലും ദർശനം കിടക്കുമ്പോൾ ആ ദർശനം തന്ന ആരാണ് തിരിച്ചറിയാൻ പറ്റാതെ ഞാൻ വിശുദ്ധനാണെന്ന് അഭിനയിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഫോൾസ് പ്രൊഫറ്റിക് സ്പിരിറ്റിനാൽ നയിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. അവർ ഈ വ്യാജ പ്രവാചകന്മാർക്ക് വേണ്ടി, വ്യാജ ക്രിസ്തുവിനും വേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇത് കാലഘട്ടത്തിൽ പണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത്. ഓക്കെ. അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയുടെ പ്രബോധനത്തിൽ വന്നിരിക്കുന്ന ചില ഭാഗങ്ങൾ, അത് ഞാനിവിടെ വായിക്കുകയാണ്. നമ്മൾ മെഴുകാൻ പോകേണ്ട ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. കൂടുതൽ വിശദീകരിക്കുന്ന സാധനം നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, പലതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സിമ്പിളായിട്ട് 1-2 കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് സഭയുടെ പ്രബോധനത്തിൽ കടന്നു വന്നത്? മുസ്ലിങ്ങളും സഭയുടെ അധികാരികളെല്ലാവരും ഒന്നിച്ചിരുന്ന് പഠനം നടത്തുന്ന പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒന്നിച്ച് ചർച്ച നടത്തി പഠനം നടത്തും. അവർ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ലോകത്തിന്റെ ബുദ്ധിയും ഈ ലോകത്തിന്റെ അറിവും ഡോക്ടറേറ്റും തിയോളജിയും ഒക്കെ പഠിക്കുമ്പോൾ ഈ ചിന്തകളിലെയാണ് പിശാച് എപ്പോഴും ഭരിക്കുക. അപ്പൊ ചിന്തകൾ പരിശുദ്ധമായിരിക്കണം. നമ്മുടെ ചിന്തകൾ പരിശുദ്ധമാകണമെങ്കിൽ ദൈവത്തിന്റെ എസൻസിൽ ഉള്ളവരായിരിക്കണം. ഈ ദൈവത്തിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും അവർ ഏകമായിരിക്കുന്ന ആ പരിശുദ്ധ എസൻസ് ആണ്. ആ എസൻസ് ഉള്ള വ്യക്തികളാവുമ്പോൾ നമ്മൾ പിശാചിന്റെ കോട്ടിലല്ലാതെ ദൈവത്തിന്റെ കോട്ടിൽ നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മുടെ ചിന്തകൾ കയറി പിശാചിന് ഭരിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ എപ്പോൾ പാപം ചെയ്ത് ആ കോട്ടയിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുന്നോ ആ അവസ്ഥയിൽ നമ്മുടെ ചിന്തകളെ കയറി സാത്താൻ ഭരിക്കും. അപ്പോൾ നമ്മുടെ ചിന്തകൾ വഴിതെറ്റും. എത്ര വലിയ ഉന്നതനായാലും ശരി ചിന്തകൾ വഴിതെറ്റും. എത്ര വലിയ പ്രഭാഷകനായാലും ശരി അവന്റെ വാക്കുകളിൽ നിന്ന് തിന്മ കടന്നു വരും, തെറ്റായ പ്രബോധനം കടന്നു വരും. ആ തെറ്റായ പ്രബോധനം കടന്നു വരുന്ന ഒത്തിരി പ്രഗത്ഭരായ പ്രബോധകരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
കേട്ടിട്ടുണ്ട്, തിരുത്താൻ പറഞ്ഞു കൊടുത്താൽ അവർ തിരുത്തത്തില്ല, തെറ്റാണെന്നറിയാം. അവസാനം സമൂഹത്തിൽ നിന്ന് വലിയ അടിയും കിട്ടി എല്ലാം നാണം കെട്ടിട്ട് ആ വ്യക്തി പഞ്ചറായി പോയി കഴിയുമ്പോൾ മാത്രമാണ് ബോധോദയം വരുള്ളൂ, എല്ലാം തകർന്നു പോകുമ്പോൾ. കാരണം അഹങ്കാരത്തിൽ നിന്ന് തെറ്റിയ പറ്റ് തിരുത്താൻ തയ്യാറാകാതെ പോകുന്നതുകൊണ്ട് അവർ വഞ്ചിക്കപ്പെടുകയാണ്. കാരണം എളിമയാണ് നമുക്ക് ആ കാര്യത്തിൽ വേണ്ടത്. തെറ്റുപറ്റും, ആർക്കും തെറ്റുപറ്റും, എത്ര വലിയ പ്രഭാഷകൻ തെറ്റുപറ്റും. വളരെ ഓരോ എക്സാമ്പിൾ എടുത്ത് പ്രഭാഷകരിൽ നിന്ന് പരിശുദ്ധാത്മാ സത്യത്തിന്റെ ആത്മാവ് നിർവീര്യമായി പോയിട്ട് അസത്യത്തിന്റെ ആത്മാവ് കയറി ഭരിച്ചുകൊണ്ട് ശുശ്രൂഷ മേഖലയിൽ സൂചി പഞ്ചറായി പോയ ഒത്തിരി വ്യക്തിയുടെ ചരിത്രം കാണുകയും അറിയുകയും ചെയ്യാം. സുവിശേഷ മേഖലയിൽ ഒത്തിരി ഉണ്ടായിരിക്കും, പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ സൂചി പഞ്ചറായി പോയവരുടെ ചരിത്രം ഉണ്ട്, ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് തെറ്റ് പറ്റില്ല എന്നുള്ള അഹങ്കാരം നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് സഭയുടെ പ്രവർത്തനത്തിലായാലും തെറ്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആയിരിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു, ഇവർ ഒന്നിച്ചിരുന്ന് ചെയ്യുന്നു, ചിന്തകളിൽ മാറ്റം വന്നു, ചിന്തകൾ ദൈവത്തിന്റെ നിന്ന് മാറി പിശാചിന്റെ കോട്ടിൽ കയറി നിൽക്കുമ്പോൾ സാത്താന്റേതായ ചിന്തകൾ നമ്മളെ ഭരിക്കും. അങ്ങനെ വരുമ്പോൾ, ചിന്തകൾ വരുമ്പോൾ അത് ഈ ശരിയും തെറ്റും നന്മയും തിന്മയും തിരിച്ചറിയാത്തൊരവസ്ഥയുണ്ട്. അതാണ് ഏതും തോട്ട് സംഭവിച്ചിരിക്കുന്നത്. അറിവിന്റെ നന്മയും തിന്മയും കുറിച്ചുള്ള അറിവിന്റെ കനി ഭക്ഷിക്കുമെന്ന്, അത് ഭക്ഷിച്ച് അവർ മരിച്ചു പോകും, അവരെ പിടിച്ചു കിട്ടാൻ പറ്റില്ല എന്നുള്ള ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം ആ പാപാവസ്ഥയിൽ പോയി ജീവന്റെ വൃക്ഷത്തിന് കഴിക്കാതിരിക്കാൻ വേണ്ടി ദൈവം കെരുവുകൾ വെച്ച് ആ ജീവൻ വൃക്ഷം കൊട്ടിയടച്ചത്. അപ്പോൾ അറിവ്, നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ കനി ഭക്ഷി കിടക്കുന്ന മനുഷ്യരാ. അതിന്റെ പാപത്തിന്റെ ബന്ധനം, സിൻ ഓഫ് ഒറിജിൻ മാമോദിസയിൽ പോകുന്നുണ്ട്. പക്ഷെ പല വ്യക്തികളിലും ഈ സിൻ ഓഫ് ഒറിജിൻ മാമോദിസ കറക്റ്റ് അല്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രവർത്തനത്തിലെ കയ്യിലിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ആ മാമോദിസിന്റെ ആ മുദ്ര മാത്രം അവിടെ ഉണ്ടാകും, ബാക്കിയൊക്കെ പോയത് കൊണ്ടും എന്തോ ആ സിന്നിന്റെ സിൻ ഓഫ് ഒറിജിൻ ഉള്ള പോലെയുള്ള പല പ്രകൃതങ്ങൾ കണ്ടുവരുന്നുണ്ട്. അത് നമ്മൾക്ക് ഇതിന് ചർച്ചയാക്കേണ്ട ആവശ്യമില്ല. കർമ്മഭാവത്തിലൂടെ പോകുന്നു. ഈ ഉത്ഭവഭാവത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കർമ്മഭാവത്തിൽ കുംഭസാരത്തിൽ കൂടെ കിട്ടി വിശുദ്ധി നിൽക്കാൻ സമയത്ത്, ഈ വിശുദ്ധി നിൽക്കാൻ സമയത്ത് നമ്മുടെ ചിന്തകൾ കയറി സാത്താനെ ഭരിക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു പാപം ചെയ്ത് കഴിയുമ്പോൾ, നമ്മളൊരു പാപത്തിൽ കുടിയിരിക്കുന്ന സമയത്ത് സാത്താൻ ഒരു അവകാശമുണ്ട് നമ്മുടെ മേൽ. കാരണം നമ്മൾ സാത്താന്റെ കോട്ടയിൽ കയറി നിൽക്കുന്നത്. സാത്താന്റെ കോട്ടയിൽ കയറി നിന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നെ പ്രവർത്തിച്ചോണെന്ന് പറഞ്ഞ കാര്യമില്ല. ആദ്യം നമ്മൾ സാത്താന്റെ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ചാടണം. അതായത് അസത്യത്തിന്റെ കോട്ടിൽ നിന്ന്, വ്യാജത്വത്തിന്റെ കോട്ടിൽ നിന്ന്, സ്നേഹത്തിന്റെ എഗൈൻസ്റ്റായി നിൽക്കുന്ന സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ആത്മീയ അഹങ്കാരത്തിന്റെയും ജഡികതയുടെയും ഒക്കെ കോട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടണം. അതുപോലെ ജീവനെതിരെ നിൽക്കുന്ന കോട്ടിൽ നിന്ന്, ജീവൻ ദൈവമാണെങ്കിൽ ജീവൻ എഗൈൻസ്റ്റ്, ജീവനെതിരെയുള്ള എല്ലാ പ്രവൃത്തികളും നമ്മുടെ ഉണ്ട്. കോൺട്രാസെപ്ഷൻ ഉണ്ട്, അബോർഷൻ ഉണ്ട്, തുടങ്ങിയ സകലതുമുണ്ട്. അതിലൊക്കെ പല പല മെത്തേഡ്, മനസ്സുകൊണ്ടുള്ള കോൺട്രാസെപ്ഷൻ ഉണ്ട്. അങ്ങനെ പിന്നെ ജീവനെ തടയാൻ വേണ്ടി അവർ കുഞ്ഞുങ്ങളായാലും ജനിപ്പിക്കുന്ന സമയത്ത് കുത്തിക്കഴപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ എന്താ നിൽക്കുന്നത്? ദൈവത്തിന്റെ കോട്ടലില്ല, അവന്റെ ഉള്ളിലെ കലിപ്പ്, ജീവനോടുള്ള കലിപ്പുള്ള വ്യക്തികളാണ്. അപ്പൊ ഇവരെയൊക്കെ ചിന്തകളിൽ സാത്താന് കയറി ഭരിക്കാൻ പറ്റും. കരുണയ്ക്ക് പകരം വ്യാജകരുണ കയറി ഭരിക്കും. യഥാർത്ഥ കരുണ പാപി അനുതാപത്തിലേക്ക് നയിക്കുന്ന കരുണയാണെങ്കിൽ, സാത്താന്റെ കരുണ പാപം ചെയ്യുന്നവരോട് പാപമില്ല മക്കളെ, നിന്നോട് പാപമില്ലാതെ തന്നെ അനുതാപമില്ലാത്തവർ നിങ്ങളെ പൊറുക്കുന്നവനാണ് ദൈവം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സാത്താന്റെ കൊടിയ വഞ്ചന, കള്ളക്കരുണയാണിത്, വ്യാജകരുണയാണിത്. അനുദപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ അനുദപിക്കാത്ത പാപിയോട് കരുണ കാണിക്കുന്ന കള്ളക്കരുണയെ ദൈവമായിട്ടിരിക്കുന്ന ഒരു തലമുണ്ട്. ആ തലത്തിലേക്ക് പോകുന്ന അവസ്ഥ. അപ്പൊ ഇതൊക്കെ മനുഷ്യനെ വഞ്ചിക്കുന്ന സാധനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ നമുക്ക് ഭയം, ഈശോ എപ്പോഴും പറഞ്ഞു ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇതാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭരിക്കുന്ന സമയത്ത് ഇസ്ലാം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുമോ, ക്രൈസ്തവർക്കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതിരിക്കുമോ എന്നൊരു ഭയം സഭയെ പിടികൂടിയപ്പോൾ സഭ എന്തു ചെയ്തു? കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് മായം കലർത്താനും തയ്യാറായതിന്റെ പ്രതിഫലനമാണ് സഭയുടെ പ്രബോധനങ്ങൾ കയറി വന്നിരിക്കുന്ന സംഗതി. അതുകൊണ്ട് അത് കുത്തിച്ചേർക്കാൻ വേണ്ടി ചില സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിനുള്ളിൽ കയറ്റി. അപ്പോൾ ഇന്നത്തെ സാഹചര്യം അപ്പോൾ ഈ പറയുന്ന മതേതരത്വം, സാഹോദര്യം ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു വരും, സെക്യുലറിസം ഒക്കെ പറഞ്ഞു വരും. അതെ, നമ്മൾ മുസ്ലിങ്ങളുമായിട്ട് സാഹോദര്യമുണ്ട്. കാരണം മുസ്ലിങ്ങളോട് സാഹോദര്യം മാത്രം പറയുന്നതുകൊണ്ടാണ് ഹിന്ദുക്കളായിട്ട് സാഹോദര്യം പറയണ്ടേ? മറ്റുള്ള എല്ലാവരുമായിട്ട് സാഹോദര്യം ഇല്ലേ? ഈ മുസ്ലിങ്ങളോട് മാത്രം പ്രത്യേകത. മറ്റുള്ള മതങ്ങളൊന്നും യേശുക്രിസ്തുവിനെ ദൈവാവിഷ്കരണം നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഇസ്ലാം മാത്രമാണ് യേശുക്രിസ്തുവിന്റെ ദൈവാവിഷ്യം നിശ്ചയിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കത്തോലിക് സഭയുടെ മതബോധ ഗ്രന്ഥം 67 വ്യക്തമായി പറയുന്നത്, യേശുവിൽ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കം നിഷേധിക്കുന്ന മതവുമായി കത്തോലിക് സഭയ്ക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു ദൈവാവിഷ്കം നിഷേധിച്ച ഒരു മതമേ ഉള്ളൂ, അത് ഇസ്ലാം മതമാണ്. ആ മതത്തിൽ തന്നെ സാഹോദര്യം കൂടുന്നതിന്റെ കുനിഷ്ഠ എന്താണ്? അവിടെയാണ് തിരിച്ചറിയേണ്ടത്. കത്തോലിക് സഭയുടെ യഥാർത്ഥമായ ഒരു പ്രബോധനമാണ് അവിടെ കിടക്കുന്നത്. അതിനെ വഞ്ചിക്കരുത്. രണ്ടാമത്, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പാപവുമായിട്ട് ഒരു ഉടമ്പടി വെക്കാൻ പോയപ്പോഴാണ്, അല്ലെങ്കിൽ ഭീരുത്വം കൊണ്ട് നമ്മൾ മതേതരത്വം പറയാൻ പോയത്, ഭീരുത്വം കൊണ്ടുള്ളൊരു മതേതരത്വം
ഇതാണ് വ്യാജകരണ വരി. ഭീരുത്വമുള്ള വ്യക്തികളിലാണ് വ്യാജകരണ കയറി പിടികൂടുക. അങ്ങനെയുള്ളവരാണ് ഇസ്ലാമിനെ നോവാതെ നോക്കുക, ഇസ്ലാമുമായി ബന്ധപ്പെട്ടവരെ നോവാതെ നോക്കുക എന്ന ഒരു വസ്തുത കടന്നു വരുന്നത്. ഇത് വ്യാജകരണയുടെ ലക്ഷണമാണ്. എന്നിട്ട് ഞാൻ സമാധാന പാലകനാണ്, എനിക്ക് തെറ്റില്ല, ഞാൻ മുസ്ലിങ്ങളോട് കരുണ കാണിക്കണം. ഇത് ഭീരുത്വത്തിന്റെ ആത്മാവ് നയിക്കുന്ന സകല മനുഷ്യരിലും കുടികൊണ്ടിരിക്കുന്ന പൈശാചികതയുടെ ഭാവമാണത്. അതാണ് കള്ളക്കരുണയായ ദൈവം. ഈ ലോകത്തിന്റെ അധിപതിയായ, ഈ ലോകത്തിന്റെ അധികാരിയായ കള്ളക്കരുണയായ ഒരു ദൈവമുണ്ട്. യഥാർത്ഥ ദൈവം കരുണയാവുന്നത് കള്ളക്കരുണയല്ല, വ്യാജകരുണയല്ല, അനുദപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുന്ന പൂർണ്ണമായ കരുണയുള്ള ദൈവം. ആ ദൈവമാണ് യേശുക്രിസ്തു. അപ്പൊ ആ കരുണയുള്ള ദൈവത്തിന് പകരം കള്ളക്കരുണയായ എന്തു തോന്നിയാസവും വ്യഭിചാരവും കൊലപാതകവും നടത്തിയാൽ ഞാൻ പരമകാരുണ്യവാനാണ്, നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും, ബാക്കി നിങ്ങൾ അനുദപിക്കൊന്നും വേണ്ട, അനുതാപത്തെക്കുറിച്ച് അവിടെ മിണ്ടത്തില്ല. ഇതേ ഒരു സാഹചര്യമാണ് ഇന്ന് സഭയിൽ കടന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതായത് യേശുക്രിസ്തു പറഞ്ഞ പോലെ നമ്മൾ പറയില്ല. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഒരു പാപിനി വന്ന സമയത്ത് പറഞ്ഞു, നിന്നെ ഞാനും വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ഈശോ പറഞ്ഞ രണ്ട് കാര്യമുള്ളൂ. നിന്നെ ഞാൻ വിധിക്കുന്നില്ല മകളെ, ഞാൻ വിധിക്കാൻ ഇപ്പൊ വന്നതല്ല, ഞാൻ വിധിക്കാൻ വീണ്ടും വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ രക്ഷകനാണ്, അതുകൊണ്ട് എന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. രണ്ടാമത് ഈശോ പറയുന്നത് എന്താണ് പറയുന്നത്? മേലിൽ പാപം ചെയ്യരുത്. ആദ്യം വിധിക്കുന്നില്ല, പൊയ്ക്കോളൂ, മേലിൽ പാപം ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളെന്താ പറയുന്നത്? ഓ, നിന്നെ വിധിക്കാൻ ഞാൻ ആര്? ഹു ആം ഐ ടു ജഡ്ജ് യു എന്നാ ചോദിക്കുള്ളൂ. ഞാൻ പരിശുദ്ധനാണ്, ഞാൻ വലിയവനാണ്, ഞാൻ പുണ്യാളനാണ്, എനിക്ക് നിന്നെ വിധിക്കാനുള്ള യോഗ്യതയില്ല, നിങ്ങൾ ആരും വിധിക്കരുത് എന്ന് പറയുന്ന തലമാണ് ഇവിടെ നടക്കുന്നത്. എന്തെങ്കിലും നീ ചെയ്യുന്നത് തെറ്റാണ് മകനെ, ചെയ്യരുതെന്ന് പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരടാ വിധിക്കാൻ, നിനക്ക് വിധിക്കരുത്, വിധി ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യാജവിധി, നമ്മൾ സത്യം പറയാൻ അനുവദിക്കാത്ത രീതിയിൽ നമ്മളെ മേൽ പറയുക, കുറ്റം പറയരുത്, കുറ്റം വിധിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വേട്ടയാടുന്ന ഒരു വ്യാജവിധി നമ്മുടെ പുറകെ നടക്കുന്നുണ്ട്. വ്യാജകരുണ, വ്യാജവിധി, വ്യാജസ്നേഹം, ഇവ സത്യം പറയാൻ ഈ വിശ്വാസികളെ അനുവദിക്കാത്ത ഒരു തലത്തേക്കൂടെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സഭയുടെ പ്രബോധനം ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക. CCC 841 ഇത് മാത്രമേ പറയുന്നുള്ളൂ. രക്ഷയുടെ പദ്ധതി സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അവരിൽ ഒന്നാമതായിട്ടുള്ള അബ്രഹാമത്തിന്റെ വിശ്വാസം പുലർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമുകളാണ്. എബ്രഹാമത്തിന്റെ വിശ്വാസം പുലർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അടിസ്ഥാന തെറ്റായി. ബൈബിളിൽ എബ്രഹാമും ഖുറാനിലെ ഇബ്രാഹിമും രണ്ടുപേരും വ്യക്തികളല്ല, രണ്ടുപേരുടെ അപ്പന് തന്നെ വ്യത്യസ്തരാണ്. രണ്ടുപേരും ഒന്നുമല്ല. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റിനെ ഉണ്ടാക്കി വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റിന്റെ വിശ്വാസവും ഒറിജിനൽ വിശ്വാസവും ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപോലെ അല്ല. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഒന്നാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസം പുലർത്തുന്ന ഇവരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് CCC 841 ഇതിൽ വന്നാൽ എവിടെയോ തെറ്റ് കടന്നുകൂടി. അത് ശരിക്ക് മാറ്റേണ്ടതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ 16-ാം ഖണ്ഡികയിൽ പറയുന്നത്, പരിത്രാണ പദ്ധതി സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരെല്ലാം തന്നെ ആശ്ലേഷിക്കുന്നു. അവരിൽ പ്രാധാന്യമറിയിക്കുന്നവർ അബ്രഹാമിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നവരാണ്. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എബ്രഹാമും ഇബ്രാഹിമും രണ്ടായതുകൊണ്ടും എബ്രഹാമിന്റെ വിശ്വാസം അല്ലാത്തതുകൊണ്ടും എബ്രഹാം ബലിയർപ്പിച്ച മകനെ അല്ല ഇബ്രാഹിം ബലിയർപ്പിച്ച മകൻ എന്ന് പറയുന്നത് കൊണ്ടും ആ ഉടമ്പടി അവിടെ തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഈ രണ്ടും എബ്രഹാമിക് റിലീജിയൻ അല്ലാത്തത് കൊണ്ട്, അവരുടെ എബ്രഹാമിന്റെ വിശ്വാസവും എബ്രഹാമിന്റെ ദൈവവും അല്ലാത്തത് കൊണ്ട്, ഇബ്രാഹിമിന്റെ ദൈവവും ഇബ്രാഹിമിന്റെ വിശ്വാസവും ഒന്നല്ലാത്തത് കൊണ്ട്, എബ്രഹാമിന്റെ വിശ്വാസം അല്ലാത്തത് കൊണ്ട് അള്ളാഹും യഹോവയും ഒന്നാണെന്നും ഇസ്ലാമും മുസ്ലിമും സാഹോദര്യമാണെന്നും പറയുന്നത് അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ഈ കൃപവത്തിൽ കടന്നു വന്ന തെറ്റാണ്. ഇനി മൂന്നാമത് പറയുന്നത് നോസ്റ്റേറ്റത്തെ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നോസ്റ്റേറ്റത്തിൽ അക്രൈസ്തവ മതങ്ങളുടെ സഭയ്ക്കുള്ള നിലപാടിനെ കുറിച്ച് പറയുന്നത് എല്ലാം കറക്റ്റാണ്, ബാക്കിയൊക്കെ ശരിയാ. പക്ഷെ അവിടെ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ ഒത്തിരി പാളിച്ചുണ്ട്. കാരണം സത്യത്തിന്റെ ആത്മാവ് വരുന്ന കാര്യം പറയുന്നുണ്ട്. നിത്യസത്യത്തിന്റെ രശ്മി മറ്റുള്ള മതങ്ങളിലുണ്ട്, അതൊക്കെ ശരിയാ. നിത്യസത്യത്തിന്റെ രശ്മിയുണ്ട്, നിത്യ അസത്യത്തിന്റെ രശ്മിയുണ്ട്, എല്ലാം ഉണ്ട്. ഈ അസത്യത്തിന്റെ രശ്മിയിൽ നിന്നും സത്യത്തിന്റെ രശ്മിയിൽ നിന്നും നമുക്ക് നിത്യസത്യമായ ക്രിസ്തുവിലേക്ക് എത്താനുണ്ട്. അത് എന്നെ 2 വ്യക്തമായി പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഒന്നും ഞാൻ എതിർപ്പ് പറയുന്നില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ മൂന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്ന സംഗതിയിൽ ഒത്തിരി പാളിച്ച വന്നുകൊണ്ട് അത് എങ്ങനെ കടന്നു കയറിയെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ വലിയകാലിൽ പഠിതനായത് കൊണ്ടൊന്നും പറയുന്നതല്ല, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത് നിങ്ങൾ എന്നെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ആദ്യത്തെ സെന്റൻസ് വായിക്കുന്നു, ഇസ്ലാമിക വിശ്വാസം ഏകനും, മനസ്സിലായി, ഏകൻ എന്നാ പറയുന്നത്. ഇസ്ലാം വിശ്വാസം ഏകനായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. പിശാച് പോലും ഏകനാണ്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ ദൈവം ത്രിയേകനാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ആദ്യത്തെ വാക്ക് തന്നെ തെറ്റാ. ഇസ്ലാമിക വിശ്വാസം ഏകനും, ഏകനല്ല, ഏകൻ പിശാച് ഏകനാണെന്നേ. ദൈവം ഏകനാന്ന് പറയാം, പക്ഷെ ദൈവം ത്രിയേകനാണ്, വെറും ഏകനല്ല. അതുകൊണ്ട് ത്രിയേക ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവം. അതുകൊണ്ട് ആദ്യത്തെ വാചകം തന്നെ തെറ്റാണ്. രണ്ടാമത് സജീവനാണോ?
സജീവനായിട്ട് ഒത്തു തന്നെ ഉള്ളൂ. ജീവൻ നൽകുന്ന സജീവനായിട്ട് മനുഷ്യന് ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്ന ഒരിക്കലും മരിക്കില്ല എന്ന് പറഞ്ഞ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗം നിത്യം ഉയർത്തെഴുന്നേറ്റ് ഇപ്പം നമ്മളോട് വസിക്കുന്നത്, ഇന്നും ജീവിക്കുന്നവൻ ജീവൻ, നിത്യം ജീവിക്കുന്നവൻ ദൈവം സജീവനായ ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തുവേ ഉള്ളൂ. അല്ലാതെ മരിച്ചുപോയ മറ്റുള്ളതൊന്നുമല്ല, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേക്കാത്ത മറ്റൊന്നുമല്ല, ഇല്ലെങ്കിൽ ആരോ എവിടെ ഇരുന്ന് ഞാനാണ് പരമകാരുണ്യവാൻ, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാകണമെന്നില്ല. അങ്ങനെ ഒത്തിരി പേർക്കും ആർക്കും അവകാശം സ്വന്തം ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ ദൈവങ്ങൾക്ക് ഒത്തിരി വരാം, ഞാനാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞവൻ വരാം. ഇതിലൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാവില്ല. പിന്നെ സജീവനല്ല. മൂന്നാമത്തെ, അതുകൊണ്ട് അത് തന്നെ തെറ്റാണ്. മൂന്നാമത്തത് അസ്തിത്വാത്മകനും. എന്താണ് അസ്തിത്വം? ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ സത്യവും സ്നേഹവും ജീവനും നീതിയും കരുണയുമാണെങ്കിൽ ദി എസൻസ് ഓഫ് ഗോഡ്. ഈ എസൻസ് ഓഫ് ഗോഡിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത്. ആ ഇമേജിനെ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ആ ഇമേജ് നഷ്ടപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തു എന്ന ഇമേജ് നമുക്ക് വേണ്ടി എടുത്തു തന്നു. എന്നിട്ട് ആ ഇമേജിൽ വസിക്കേണ്ടതാണ് ക്രിസ്ത്യാനി. ആ ഇമേജ് ഉള്ളവൻ ആ സഭയിൽ ഉണ്ടാവത്തുള്ളൂ. ആ ഇമേജ് ഉള്ളതാണ് കറക്റ്റ് സഭ എന്ന് പറയുന്നത്. അതായത് ദൈവത്തിന്റെ അസ്തിത്വമുള്ളതാണ്. എന്നാൽ പിശാചിന്റെ അസ്തിത്വം നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അസ്തിത്വമല്ല മറ്റുള്ള അസ്തിത്വം, ഇസ്ലാമിന്റെ ദൈവത്തിന്റെ അസ്തിത്വം ബൈബിളിലെ ദൈവത്തിന്റെ അസ്തിത്വമല്ല. അതുകൊണ്ട് അസ്വസ്ഥാത്മകൻ എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. അടുത്ത കരുണാർദ്രനും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കരുണാർദ്രൻ, ദൈവത്തിന്റെ കരുണ എന്താണ്? ദൈവത്തിന്റെ കരുണ എന്താണ്? അനുദപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുന്ന കരുണാർദ്രനാണ് ദൈവം, യഥാർത്ഥ ദൈവം. അത് ബൈബിളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഇസ്ലാമിൽ വ്യക്തമാകുന്ന ദൈവം എന്ന് പറയുന്നത്, ഈ കരുണാർദ്ദം എന്ന് പറഞ്ഞാൽ അനുദപിക്കാത്ത പാപിയോട് എന്ത് തോന്നിയാസം കാണിച്ചാലും ഓരോ ആയത്തെടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ കാണും ഇന്നത് പോയി കൊല്ലുക, ഔശ്വാസികളെ കൊന്നുകളയുക. അള്ളാഹു നിങ്ങൾക്ക് എല്ലാം പുറത്തു തരുന്നു, അള്ളാഹു പരമകാരുണ്യവാനാണ്. അള്ളാഹു നിങ്ങൾക്ക് എല്ലാം പുറത്തു തരുന്നു, അള്ളാഹു പരമകാരുണ്യവാനാണ്. ഈ കരുണാർദ്ദനല്ല. അതുകൊണ്ടാണ് മുജാഹിദ് വാലിശ്ശേരി പോലെ ഇന്ന് പറയുന്നത്, മുഹമ്മദ് നബി 25 പേരുടെ കഴുത്തർത്ത് കൊന്നു കഴിഞ്ഞാലും അതിനെയാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഇതാണ് കരുണ. അള്ളാഹുവിന്റെ കരുണയല്ല, യഹോവയുടെ കരുണ. ഇത് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത സർവശക്തനും സ്വർഗ ഭൂലോകങ്ങളുടെ സൃഷ്ടാവും മനുഷ്യരോട് സംഭാഷിക്കുന്നവനും അള്ളാഹു ആണ് സർവശക്തൻ. അപ്പൊ പിന്നെ യഹോവയോ സർവശക്തനല്ല. പിന്നെ ഇത് കുറെ സമയമായതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. സ്വർഗ ഭൂലോകങ്ങളുടെ സൃഷ്ടാവ്. സ്വർഗഭൂലോകങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു ആണോ യഹോവയാണോ സൃഷ്ടാവ്? മനുഷ്യരോട് സംഭാഷിക്കുന്നവനും, മനുഷ്യരോട് സാത്താനും സംസാരിക്കും, ദൈവവും സംസാരിക്കും, എല്ലാം സംസാരിക്കും. പക്ഷെ അതിനെ തിരിച്ചറിയാൻ പറ്റണം. അതിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മ വിവേചനം തന്നിട്ടുണ്ട്. നമ്മളൊരു കത്തോലിക്കനാകുക അല്ലെങ്കിൽ ഏതെങ്കിലും സഭാവിശ്വാസി ആകുന്ന ആളല്ല പ്രധാനം. പരമപ്രധാനം നമ്മൾക്ക് പരിശുദ്ധാത്മാവിന്റെ വിവേചനപരം സൗജന്യമായി നൽകുന്ന ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള ഒരു വരം നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ പറയുന്ന ഭാഗങ്ങളൊക്കെ പ്രവാചകനായി ബഹുമാനിക്കുക. മുസ്ലിങ്ങൾ പ്രവാചകനെ അംഗീകരിക്കുന്നതുകൊണ്ടും പരിശുദ്ധ അമ്മയെ പറയുന്നത് കൊണ്ടും അംഗീകരിക്കുന്നതുകൊണ്ടും ആദരിക്കുന്നതുകൊണ്ടും മുസ്ലിങ്ങളോടാണ് നമുക്ക് വലിയ ചേർച്ച എന്ന് പറഞ്ഞാൽ ആ ചേർച്ചയില്ല. യേശു ക്രിസ്തുവിനെ പ്രവാചകനായിട്ട് ആരും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തു പ്രവാചനല്ല. യേശു ക്രിസ്തുവിന് ആരൊക്കെ വന്ന് പ്രവാചനം മുസ്ലിങ്ങൾ പറഞ്ഞ അജണ്ടയോടുകൂടി കത്തോലിക് സഭയ്ക്ക് ഉള്ളിൽ കയറി വന്നിട്ട് യേശുക്രിസ്തു പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകത്തിൽ അല്ല വിശ്വസിക്കുന്നത്. സത്യവും സ്നേഹവും ജീവനും നിധിയും കരുണയുമായ പിതാവിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ യേശുക്രിസ്തുവിന്റെ അസ്തിത്വമല്ല അള്ളാഹുവിന്റെ അസ്തിത്വം. ആ അസ്തിത്വം അല്ല പ്രവാചകന്മാരുടെ അസ്തിത്വം. പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകൻ സാമൂഹികനായ ഈശോ പറഞ്ഞു കഴിഞ്ഞു. അവൻ വന്നു. എന്തിനാ വന്നത്? അവൻ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ വന്നതാണ്. അതാ വരുന്ന രക്ഷകൻ. ആ രക്ഷകനെ ചൂണ്ടിക്കാണിക്കാൻ വന്നത്. വളഞ്ഞതൊക്കെ യേശുക്രിസ്തു വന്ന് നേരെയാക്കുന്നവനായിരുന്നു. യേശുക്രിസ്തു വന്ന് എല്ലാം നേരെയാക്കി. അതിനുശേഷം AD 600 യേശുക്രിസ്തു പറഞ്ഞതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് അതിനൊക്കെ വളച്ചൊടിച്ചു പോയത് ആരായിരുന്നു? ആ വളച്ചൊടിച്ചു പോയത് മുഹമ്മദിലൂടെ വന്നതിനെ വളച്ചൊടിച്ച് നേരെയാക്കാൻ വേണ്ടിയാണ് കത്തോലിക്ക സഭ ഇവിടെ വരേണ്ടത്. അതിനാ കത്തോലിക്ക സഭ യേശുക്രിസ്തുവിന്റെ സഭ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു മിസ്റ്റിക്കൽ ബോഡിയായി ഒരു ഹയറാർക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ വളഞ്ഞതൊക്കെ നേരെയാക്കി പറയാൻ വേണ്ടിയാണ്. വളഞ്ഞതൊക്കെ നേരെയാക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ കടന്നു പോയത് കൊണ്ട് അത് വളഞ്ഞു തന്നെ ഇരിക്കുകയാണ്. ഈ വളഞ്ഞത് പിന്നെ നേരെയാക്കേണ്ടതുണ്ട്. ആ നേരെയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ, സത്യത്തിന്റെ മായം കലർത്താൻ നമുക്ക് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, സത്യത്തിന്റെ ആത്മാവ് നമ്മൾ നിർവീര്യമായി പോകാതിരിക്കുമ്പോൾ ഈ നമുക്ക് വെളിച്ചമുണ്ടാകും. അങ്ങനെയാണ് ഈ വെളിച്ചത്തിൽ നമുക്ക് ഈ ജീവന്റെ പ്രകാശം നഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തികൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ മനസ്സിലാക്കുക, ഖുർആൻ പറയുന്ന പ്രവാചകനല്ല യേശുക്രിസ്തു, ഈസായല്ല പ്രവാചകനായ, ഈസായല്ല ക്രിസ്ത്യാനികളുടെ ദൈവം. അതുകൊണ്ട് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞിട്ട്, ക്രിസ്റ്റോളജി മാരിയ ജോസഫ് ഇവിടെ കൊണ്ട് സ്ഥാപിച്ച ക്രിസ്റ്റോളജി, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റോളജി എല്ലാ ക്രിസ്റ്റോളജി, അത് ക്രിസ്റ്റോളജി അല്ല, അത് ആന്റി ക്രിസ്റ്റോളജി ആണ്. അതായത് ഖുറാനിക് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ആന്റി ക്രിസ്റ്റോളജിയാണ്. ബിബ്ലിക്കൽ ക്രിസ്റ്റോളജി മാത്രമാണ് യഥാർത്ഥ ക്രിസ്റ്റോളജി. അതുകൊണ്ട് ബൈബിളിലെ യേശുക്രിസ്തുവിനെ കൂടെ കൊടുത്താൽ മതി. ഖുറാനിലെ ഈസായെ ഇങ്ങോട്ട് നമുക്ക് വേണ്ട. ഖുറാനിലെ ഈസ ഈസ് ആന്റി ക്രൈസ്റ്റ്, ബൈബിളിലെ ക്രൈസ്റ്റ് ഈസ് ദി ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് വൈ
ബൈബിളിലാണ് ക്രിസ്റ്റോളജി ഉള്ളൂ, ഖുറാനിൽ ആന്റി ക്രിസ്റ്റോളജി ഉള്ളൂ. അതുകൊണ്ട് ഈ ആന്റി ക്രിസ്റ്റോളജിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ക്രിസ്ലാമികളുടെ പ്രവാചകനായി ഈ ക്രൈസ്തവ സമുദായത്തെ മുഴുവനും ക്രിസ്ലാമികളാക്കി മാറ്റിയ വ്യാജ പ്രവാചകത്വവും ആ പ്രവാചകത്വത്തിന് പിന്തുടരുന്ന ഈ ഫോൾസ് പ്രൊഫറ്റിക് സ്പിരിറ്റ് ഉള്ള വ്യക്തികളും എല്ലാവരും കൂടി ഒന്നു ചേർന്നാലും അടിസ്ഥാനപരമായി നിങ്ങൾ എതിർ ക്രിസ്തുവിനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന, എതിർ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി വഴിയൊരുക്കുന്ന വ്യക്തികളാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ വ്യാജ പ്രവാചകത്വത്തിന്റെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏകസത്യ ദൈവമായ ക്രിസ്തുവിലേക്ക് നമ്മൾ അടുക്കുക. സഭയുടെ പ്രഭാവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ എതിർത്തിരിക്കുന്നത് അത് അടിസ്ഥാന തെറ്റായതുകൊണ്ടാണ്. ബാക്കിയൊക്കെ നമുക്ക് പൂട്ടാം, വിശ്വസിക്കാം. അതിനൊക്കെ നിങ്ങൾ കണ്ണും പൂട്ടി എതിർക്കരുത്. അതിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സഭയുടെ പ്രബോധനങ്ങൾ നമുക്ക് വളരെയധികം അടിസ്ഥാനപരമായ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് ചേർന്ന് നിൽക്കുന്ന, അടിസ്ഥാനമിട്ടിരിക്കുന്ന പ്രബോധനത്തോട് ചേർന്ന് നിൽക്കുന്ന സഭയുടെ എല്ലാ പ്രബോധനങ്ങളും നമ്മൾ സ്വീകരിക്കണം. കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രബോധനങ്ങളുണ്ട്. പക്ഷെ ചിലത് മാത്രം ഇങ്ങനെ കിടക്കുന്നത് ഒറ്റ പാളിച്ച് വന്നു പോയത് ഈ കടന്നുകയറ്റം കൊണ്ടാണ്. പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 പേര് വരുന്നുണ്ട്. അവരുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് കയറിയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന സാധനമുണ്ട്. ആ വന്നിരിക്കുന്ന തിയോളജിസ്റ്റായ പല വ്യക്തികളുടെയും ചരിത്രങ്ങളിലേക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചെന്ന് പഠിച്ചാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാകാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വ്യാജമായി വിശ്വസിക്കാൻ നിൽക്കരുത്. ബൈബിൾ വ്യക്തമായി പറയുന്നു, ഈ തെറ്റായ സത്യത്തിന്റെ ഉടമ നിൽക്കുന്നില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് നമ്മൾ നിർവീര്യമാക്കുകയും വ്യാജമായി വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ദൈവം നമ്മൾ ഉണർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ നിറവും ചൈതന്യം നമ്മുടെ എല്ലാവരുടെയും പേരും സമ്മതം വ്യാപരിക്കട്ടെ. സത്യത്തിന്റെ ആത്മാവ് മാത്രം നമ്മൾ വ്യാപരിക്കാൻ ഇട കൊടുക്കട്ടെ.